പ്രൈസ് ലോർഡ്. കർത്താവിന് ധന്യവരും നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കരുണാപ്രേമസിൻ്റെ അഭിധേയാംശകളും പ്രാർത്ഥന സഹായകരമായിരിക്കുന്ന എന്നെ വ്യക്തിപരമായി സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുനാമത്തിൽ സ്നേഹമെന്ന് അറിയിക്കുന്നു. എല്ലാ തിങ്കളാഴ്ചയും നിങ്ങളെ ഓർത്തപ്പെടുത്തുകയും ഉപവസിച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവ് സഹായിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കുന്നു. കരുണാപ്രേമസിയുടെ ഉപവാസ ദിവസമാണല്ലോ തിങ്കളാഴ്ച. ഈ തിങ്കളാഴ്ച രാവിലെ ഇങ്ങനെ ഒരു മെസ്സേജ് ഇടുവാൻ കർത്താവ് പ്രേരണയ്ക്ക് കർത്താവിനെ സ്തുതിക്കുന്നു. നൂറുകണക്കിന് ജനങ്ങൾക്ക് ആശ്വാസമായിട്ട് ആവേശമായി തീരുവാൻ കർത്താവ് ഈ ദേശത്തിൻ്റെ തുടർച്ചയെ സഹായിക്കുന്നവർക്ക് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാവിലത്തെ ചിന്തയ്ക്കായിട്ട്, ഈ ആഴ്ചത്തെ ചിന്തയ്ക്കായിട്ട് ദൈവത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ വിഷ്ണു ഓർപ്പിച്ച ആ സന്ദേശങ്ങളുടെ ശ്രദ്ധയെ തിരുപ്പാൻ കർത്താവ് താല്പര്യപ്പെടുകയാണ്. 110 സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വാക്യം, നീ നിൻ്റെ ശത്രുക്കളെ മധ്യേ വാഴുക. നീ നിൻ്റെ ശത്രുക്കളെ മധ്യേ വാഴുക. യു വിൽ റൂൾ ഓവർ യുവർ എനിമീസ്. ഈ ചിന്തയാണ് വിശുദ്ധന്മാവ് വളരെ ശക്തമായിട്ട് ഓർപ്പിക്കുകയും എന്നെ പഠിപ്പിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യുവാൻ കർത്താവിടയാക്കി. സ്തോത്രം. വാഴുക, റൂൾ ഓവർ, വാഴുക എന്ന് പറയുന്നത് അധികാരത്തിൻ്റെ ഒരു വാക്കായിട്ട് മനസ്സിലാക്കുവാൻ ആവശ്യം. ജീവിക്കുക, താമസിക്കുക എന്ന് പറയുന്ന വാക്കിനേക്കാൾ വ്യക്തം തുട്ടമായ നിലയിൽ ഓർപ്പിക്കുന്ന ഒരു ക്രിയാപദമാണ് റൂൾ ഓവർ അഥവാ വാഴുക എന്ന് പറയുന്ന. രാജാക്കന്മാരാ വാണു. രാജാവിനോട് ബന്ധപ്പെട്ടുള്ള രാജപദവിയോട്, അധികാര പദവിയോട് ബന്ധപ്പെട്ടുള്ള റൂളർ എന്ന് പറയുന്ന ഒരു പദപ്രയോഗമാണ് നമുക്ക് വാഴുക എന്ന വാക്കിന് കാണുകയാകുന്ന സ്തോത്രം. ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവുകൾ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നത്, നീ എൻ്റെ പാദപീഠത്തിൽ ഇരിക്കുമെങ്കിൽ, എൻ്റെ വലത്തുഭാഗത്തിരിക്കുമെങ്കിൽ ഞാൻ നിൻ്റെ ശത്രുക്കളുടെ മധ്യേ വാഴുവാൻ അഭിഷേകം ചെയ്യുന്ന കർത്താവ് ഓർപ്പിച്ചു. പലപ്പോഴും ശത്രുക്കളെ പേടിച്ച് ഓടിപ്പോകുന്നവരായിരുന്നു. ശത്രുവിൻ്റെ പിടിയിൽ അകപ്പെടാതിരിപ്പാൻ ഏതെങ്കിലും ആയിരിക്കുന്ന സ്ഥലത്തുനിന്ന് മാറി താമസിക്കുവാൻ ആഗ്രഹിക്കുന്ന, ദൂരെ പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് പലപ്പോഴും ഒളിച്ചോടുന്നവരും പേടിച്ചോടുന്നവരായിട്ട് പലരും മാറുമ്പോൾ ഒരഭിഷേകം പ്രാപിച്ച അഭിഷക്തനായ കർത്താവിനെ പാദപീഠത്തിൽ ഇരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിന്മേൽ ദൈവം പറയുന്നു, നീ നിന്റെ ശത്രുവിനെ കണ്ട് ഓടേണ്ട ആവശ്യമില്ല. നീ നിന്റെ ശത്രുക്കളെ മധ്യേ വാഴുവാൻ തക്കവണ്ണം, അവരെ ഭരിക്കുവാൻ തക്കവണ്ണം, അവരുടെ മധ്യത്തിൽ തന്നെ എനിക്ക് വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ ശക്തീകരിക്കുമെന്നാണ് കർത്താവ് ഓർപ്പിക്കുന്ന സ്തോത്രം. വെളിപ്പാട് പുസ്തകം നമ്മൾക്ക് പഠിക്കുമ്പോൾ 5-ാം അധ്യായം 9-10 വാക്യങ്ങൾ കാണുവാൻ ഇടയാകുന്നത്, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്ന് പുതിയൊരു പാട്ട് അവർ പാടുന്നു. അവർ ഭൂമിയിൽ വാഴുന്നു. സ്തോത്രം. ഈ ഭൂമിയിൽ എത്ര നാൾ നീ ആയിരിക്കുന്നു അത്ര നാളും അഭിഷേകത്തിൽ നിൽക്കുന്നുവെങ്കിൽ, അഭിഷക്തനാണ് നീയെങ്കിൽ, നിന്നെ ശത്രു മുമ്പിൽ തോറ്റുപോകുന്ന വ്യക്തിയായിട്ടല്ല, ശത്രുക്കളുടെ മധ്യേ വാഴുന്ന വ്യക്തിയാക്കി നിന്നെ മാറ്റാൻ പോകുന്ന കർത്താവ് ഓർപ്പിക്കുകയാണ്. ആത്മീയ മണ്ഡലത്തിലും ഭൗതിക മണ്ഡലത്തിലും ശാരീരിക മണ്ഡലത്തിലും പല വിഷയങ്ങളോട് ബന്ധപ്പെട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് എന്നെ കേൾക്കുന്ന ദിവസം. ഈ ആത്മീയ യുദ്ധത്തിലോ ഭൗതിക യുദ്ധത്തിലോ ശാരീരിക രോഗങ്ങളുള്ള യുദ്ധത്തിലോ പഠനത്തോട് ബന്ധത്തിലോ നിന്റെ ബിസിനസ്സിൻ്റെ ബന്ധത്തിലോ നീ യുദ്ധം ചെയ്ത് തോറ്റു മാറാനല്ല, നിന്നെ അതിൻ്റെ മധ്യത്തിൽ ആ പ്രശ്നങ്ങളുടെ മേളിൽ വാഴുന്ന വ്യക്തിയാക്കി, ആ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ജയാളിയാക്കി മാറ്റുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് രാവിലെ ഓർപ്പിക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ അറിയിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നത്, നീ പാർക്കുന്ന സ്ഥലം എവിടാണെന്ന് എനിക്കറിയാം. ചില പറയുന്നത്, ഞാൻ പാർക്കുന്ന ഏരിയ കൊള്ളത്തില്ല, ഞാൻ ഏർപ്പെട്ടിരിക്കുന്ന മേഖല കൊള്ളത്തില്ല എന്ന് പറയാറുണ്ട്. അവിടെ ആത്മാവ് ഓർപ്പിക്കുന്നു, നീ എവിടെ പാർക്കുന്നു, അത് സാത്താന സിംഹാസനം ഉള്ളണമെന്ന്
ഞാൻ അറിയുന്നു, എങ്കിലും നീ എൻ്റെ നാമത്തെ മുറുകെ പിടിക്കുന്നു എന്നാണ് സ്തോത്രം. നീ പാർക്കുന്ന സ്ഥലം സാത്താൻ്റെ സിംഹാസനമുള്ളിടത്താണെങ്കിലും യേശുവിൻ്റെ നാമത്തെ മുറുകെ പിടിക്കുന്നവനാണെങ്കിൽ അതിൻ്റെ മധ്യത്തിൽ രാജാവ് വാഴുന്ന പോലെ ജയാളിയ നിന്നെ വാഴിക്കുക, നിന്നെ ജയത്തോട് നടത്തുവാൻ ദൈവം ശക്തനെന്ന ദൈവമാവ് രാവിലെ ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പഴയ മതത്തിലും പുതിയ മതത്തിലും ധാരാളം എക്സാമ്പിൾസ് നമുക്ക് എടുത്ത് പഠിക്കുവാനായിട്ട് ഇടയാകുന്നുണ്ട്. സ്തോത്രം. എസ്തേറിൻ്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ എസ്തേർ, നെഹമ്യാവ് എന്ന കഥാപാത്രങ്ങൾ ബന്ധപ്പെട്ട് ഉള്ള വിശദീകരണങ്ങളാണല്ലോ നമുക്കവിടെ കാണുവാനിടയാകുന്നത്. എസ്തേർ അതിൻ്റെ കുലവും മഹിമയും നമുക്കറിയാം. മൊർദെഖായി ആരാണെന്നറിയാം. ഞാൻ സമയചുരുക്കം കൊണ്ട് അത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ ഉണ്ടാകുന്ന പ്രതിസന്ധിയിൽ, പ്രതികൂലത്തിൽ എസ്തേറും മൊർദെഖായും ഒരുമിച്ച് ഉപസിപ്പാണ്ടിയായി. എസ്തേർ രാജകൊട്ടാരത്തിനകത്ത് അകത്ത് ഉപസിച്ചു, മൊർദെഖായി പുറത്ത് ഉപസിച്ചു. അങ്ങനെ ഒരുമിച്ച് ഉപസിച്ചപ്പോൾ അവർ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ കർത്താവ് കാരണമാക്കി. 7-6 വാക്യം വായിക്കുമ്പോൾ എസ്തേർ പറയാണ്, ഈ വൈരിയും ദുഷ്ടനുമായ ശത്രുവുമായ ഹാമാൻ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുവാനായിട്ടിടയായി. വൈരിയും ശത്രുവായ ഹാമാൻ. ഈ ശത്രു എസ്തേറിനെ മാത്രമല്ല, മൊർദെഖായി മാത്രമല്ല, അവരെ ഉൾപ്പെട്ട വംശത്തെ, അവരുടെ ജാതിയെ മുഴുവൻ തകർത്തുവിടുവാൻ നിയമം ഉണ്ടാക്കി, എല്ലാം റെഡിയാക്കി. ഈ ഹാമാൻ തൻ്റെ വീട്ടിനകത്ത് ഉണ്ടാക്കിയ വലിയ കഴിവുമരത്തുമെന്ന് മൊർദെഖായെ തൂക്കുവാനായിട്ട് എല്ലാം പദ്ധതിയിലും പ്ലാൻ ചെയ്ത് അവനും ഭാര്യയും കൂട്ടുകാരും എല്ലാം കൂടെ രാജാവിനെ കണ്ട അനുമതിക്കായി പുറത്ത് വന്നിരിക്കുകയാണ്. സ്തോത്രം. എന്നാൽ ചരിത്രം ദൈവപ്രവൃത്തിയോട് വെളിപ്പെട്ടു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്, അറിയാവുന്ന വിഷയമാണ്. സ്തോത്രം. ഹാമാൻ്റെ വീടിൻ്റെ താക്കോൽ മൊർദെഖായി കൊടുത്ത് ദൈവം മാനിപ്പാൻ്റെയായി. അത് തന്നെയല്ല, ഹാമാൻ്റെ അധികാരത്തിൻ്റെ സ്തോത്രം മോതിരം അവൻ്റെ കയ്യിൽ നിന്ന് ഊരിയിട്ട് ഹാമാൻ്റെ കൈ ഊരിയിട്ട് മൊർദെഖായെ ധരിപ്പിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. നിന്റെ ശത്രുക്കളുടെ മധ്യേ, നിന്റെ ശത്രുവിൻ്റെ മധ്യേ നീ തോറ്റുമാറാനല്ല, അവിടെ ജയാളിയാക്കി ഊസിപ്പാൻ, കരയുവാൻ, നെടുവിർപ്പിടുവാൻ, അയ്യം വിളിക്കുവാൻ, അഭിഷേകം ജ്വലിപ്പിക്കുവാൻ തയ്യാറാകുന്ന വ്യക്തിയെ ശത്രുവിന്മേൽ ഭരിക്കുന്ന വ്യക്തിയാക്കി മാറ്റുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നുവെന്ന് ഈ ചരിത്രം നമ്മൾ വിളിച്ചറിയിക്കുകയാണ്. ദാനിയേലിൻ്റെ പ്രവചനത്തിൽ നമുക്ക് കാണുവാനാകുന്നുണ്ട്. അനന്യ, മീസാൽ, അസരിയാവെന്ന 3 യുവാസന്മാർ അവരെ വലിയ പ്രതിസന്ധിയിലായി അവരെ തീച്ചൂളിലേക്ക് തള്ളിയിടുവാനിടയായിരുന്നു. സ്തോത്രം. അവിടെ കാണുവാനിടയാകുന്നത് നമുക്കറിയാവുന്ന വിഷയമാണ്. അവരെ അവരെ വിടുവിപ്പാൻ ദൈവം ഇറങ്ങി വന്നു. അവിടെ രാജാവ് ഈ വിധത്തിൽ വിടുവിക്കുന്ന ദൈവമുണ്ടെന്ന് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ചന്ദ്രക്കനെ മേശയാബേദ്രോവൻ ദൈവമെന്ന് പറയത്തക്ക പോലെ ഹല്ലേലൂയ അവരെ ശത്രുക്കളെ മധ്യേ വാഴുവാൻ്റെ കോണം ദൈവരെ ബലപ്പെടുത്തി. അടുത്ത അധ്യായത്തിൽ കാണുന്നത് ദാനിയേലിനെ ദൈവം വിടുവിച്ച സംഭവമാണ് കാണുന്നത്. ദാനിയേലിനെ പ്രാർത്ഥനാ ജീവിതത്തിന് അഭിഷേകത്തിൽ നിന്ന ദാനിയേലിനെ തകർക്കുവാൻ സിംഹത്തിന് ഗുഹ ഒരുക്കിയെന്നാൽ അതിൻ്റെ മധ്യം ദൈവം ഇറങ്ങി വന്നവൻ വിടുവിച്ചു. അവനെ ശത്രുക്കൾ ലജ്ജിക്കുമാറ്, ഹല്ലേലൂയ, ശത്രുക്കളെ ആ സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് തള്ളിയിടുമാറ്. സ്തോത്രം. ആ ശത്രുക്കളുടെ മധ്യേ രാജാവായി വാഴുവാൻ ദാനിയേലിനെ ദൈവം ഉപയോഗിപ്പാനായിട്ടിടയായി. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, നിന്നെ തോൽപ്പിക്കുമെന്ന് പറയുന്ന, നിന്നെ ഭയപ്പെടുന്നു പറയുന്ന, നിന്നെ പരാജയപ്പെടുന്നു പറയുന്ന, നിനക്ക് ജയം തരുത്തെന്ന് പറയുന്ന ആത്മീയ വെല്ലുവിളിയോ ഭൗതിക വെല്ലുവിളിയോ ശാരീരിക വെല്ലുവിളിയോ തലമുറയോട് ബന്ധപ്പെട്ട വിഷയമോ ബിസിനസ് ബന്ധപ്പെട്ട വിഷയമോ പഠന വിഷയമോ വസ്തു വിഷയമോ ഏത് വിഷയത്തിൽ നീ യുദ്ധം ചെയ്ത് പരാജയപ്പെടുന്നതിന് ഭീതിയിലാണെങ്കിൽ രാവിലെ സ്വർഗം പറയുന്നു, സ്തോത്രം, നിന്റെ ശത്രുക്കളുടെ മധ്യേ വാഴുവാൻ്റെ കൊണ്ട് ഞാൻ നിന്നെ ഈ രാവിലെ അധികാരപ്പെടുത്തിയാണ്. ഈ ദൂതമായി ആര് സമർപ്പിക്കും? അവനുമേ ദൈവപ്രവൃത്തി ഇന്നു മുതൽ ആരംഭം കുറിക്കാൻ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. സ്വർഗീയ പിതാവേ, നീയോടങ്ങ് സ്തുതിക്കുന്നു. രാവിലെ കേൾപ്പിക്കുന്ന ദൂതനായി സ്തോത്രം ചെയ്യുന്നു. നീ നിന്റെ ശത്രുക്കളുടെ മധ്യേ വാഴുക, മറ്റു ശത്രുവല്ല, നീ നിന്റെ ശത്രുക്കളുടെ മധ്യേ വാഴുക. ആമേ, യു വിൽ റൂൾ ഓവർ യുവർ എനിമീസ് എന്ന ദൂതൻ്റെ ശ്രവണം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെട്ട് ജയാളികളായി മുന്നവർ എല്ലാവരെയും സഹായിക്കണം. നാമദിനത്തെ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.